അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ ഒരു പ്രവർത്തനമില്ല, ഒരു കോർഡിനേഷൻ ഇല്ല, റിവ്യൂ ഇല്ല. ജില്ലാതലത്തിൽ പോലെ ഇന്ന് വരെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് വരെ ഈ 4 വർഷമായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ടൂറിസം വകുപ്പിന്റെ ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അത് അന്വേഷിച്ചിട്ടുമില്ല. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ കൂടി അത് എന്ത് നടക്കുന്നു, അത് പഴയതിനേക്കാൾ വളരെ മോശം അവസ്ഥയാണ്. എൻ്റെ മണ്ഡലത്തിലെ പാലക്കേന്തട്ട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ 4000-5000 ആളുകൾ വന്നുകൊണ്ടിരുന്ന ആ ടൂറിസം കേന്ദ്രത്തിൽ ഇന്നിപ്പോൾ 1000-1500 ആളുകളാണ് വരുന്നത്. കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയാണ്. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമാണ്. സാർ, എല്ലാ മേഖലയ്ക്കും ഒരു സന്തുലിതമായിട്ടുള്ളൊരു വികസനമാണ് ടൂറിസം രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ടൂറിസം വകുപ്പിനെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി അത് ഏറ്റെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഭൂനികുതിയുടെ കാര്യത്തിൽ കൂടി ഒരു വാക്ക്. ഭൂനികുതി വർദ്ധിപ്പിച്ചത് അടിയന്തരമായി പിൻവലിക്കണം. ചുരുങ്ങിയ പക്ഷം പഞ്ചായത്തുകളിലെ ഭൂനികുതി അടയ്ക്കുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് 1 രൂപ പോലും വരുമാനമില്ല. വന്യമൃഗശല്യം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം അവിടുത്തെ കൃഷി അസാധ്യമായ സാഹചര്യത്തിൽ ഒരു വരുമാനം പോലും ഇല്ലാത്ത കർഷകരോട് അവരോട് 50% ഇരട്ടി നികുതി വാങ്ങുന്നത് അത് തികഞ്ഞ വഞ്ചനയാണ്, ജനവഞ്ചനയാണ്. അതുകൊണ്ട് പഞ്ചായത്തുകളിൽ എങ്കിലും ഭൂനികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. അടുത്ത E.T. ടൈസൺ മാസ്റ്റർ, അങ്ങേക്ക് 12 മിനിറ്റ്. സർ, 2025-26 ബജറ്റിലെ പൊതുമരാമത്ത്, വിനോദസഞ്ചാരം, ചരക്ക് സേവന നികുതി, കാർഷിക ആദായ നികുതി, വിൽപ്പന നികുതി, ജില്ലാ ഭരണവും പലവകയും, ഭവന നിർമ്മാണം തുടങ്ങിയ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കപ്പെട്ടത്. തികഞ്ഞ അച്ചടക്കത്തോടുകൂടി നടത്തിയ ധനവിനിയോഗത്തിലൂടെ ഇപ്പോൾ ധനജെരുക്കത്തിൻ്റെ തീഷ്ണത നന്നായി കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ബജറ്റിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വരും വർഷങ്ങളിൽ നമ്മുടെ ധനസ്ഥിതി നന്നായി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ധനപ്രതിസന്ധി സംസ്ഥാനം നേരിട്ടപ്പോൾ അത് മറച്ചുപിടിക്കാതെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം കാണാൻ ആണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു ശുഭ രീതിയിൽ മുമ്പോട്ട് വരും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യ ബോധം നന്നായി നിഴലിക്കുന്ന ബജറ്റാണിത് എന്ന് ഏത് ആളുകൾ സമ്മതിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തോട് രാഷ്ട്രീയ പക്ഷപാതവും തുടർച്ചയായി അവഗണനയും കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് ഉന്നയിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ നാം വളരെ വ്യക്തതയോടുകൂടി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നോക്കേണ്ടതും അതിനെതിരെ പോരാടേണ്ടതുമുണ്ട്. കേന്ദ്ര അവഗണനയെ അതിജീവിക്കാനും സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സമീപനങ്ങളും വളരെ വ്യക്തമായി ധനകാര്യമന്ത്രി ഇതിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കടുത്ത അവഗണന സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളത് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കണം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ ഗവൺമെന്റിനെതിരായി തിരിയണം, അതിലെന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഇതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതിനുള്ള അജണ്ട തയ്യാറാക്കുമ്പോൾ അത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായി നമ്മുടെ പ്രതിപക്ഷം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സംഗതി. നമ്മുടെ കേന്ദ്രമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതിലുള്ള സമീപനം, കേരളത്തോടുള്ള സമീപനം എന്താ? കേരളത്തിന്റെ ന്യായമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യം അത് നിർവഹിക്കുന്നതിനുള്ള ഒരു സംഖ്യാ ബജറ്റിലുണ്ടായോ? എന്തിന് വയനാട്ടിന്റെ ദുരന്തം സംബന്ധിച്ച് ജനങ്ങളെ സഹായിക്കുന്നതിനായി ഏതെങ്കിലും ഒരു പാക്കേജോ നിർദ്ദേശമോ ഉണ്ടായോ? ഇവിടെ 18-19 MP-മാർ അവിടുന്ന് പോകുന്നുണ്ടല്ലോ. ഇവിടുന്ന് അവിടെ ചെന്ന് വളരെ കണിശമായൊരു സമീപനം എടുക്കാൻ കേരളത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ